ഹലോ ഹോൾ, എന്താ പാട്? എല്ലാവർക്കും സ്റ്റഡി നമ്മൾ മാഷ പറഞ്ഞ മെഡിറ്റേഷനിൽ ഇരിക്കാന്ന് പറഞ്ഞല്ലോ, മെഡിക്കിരിക്കല്ലേ, നല്ല ഉഷാറായിട്ട് നെഞ്ചൊക്കെ പിടിച്ചിട്ട് ഉഷാറായിട്ടിരിക്കണം. ഈ കല എന്ന് പറഞ്ഞാൽ നമ്മളെ റഷീദ് മാഷ് ആശ്രമത്തിൽ നിന്നും പഠിച്ചിട്ട് വർഷവും കാര്യങ്ങളും ഒന്നില്ലാതെ പഠിച്ചിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കിയെടുത്ത കലയാണ് 46 ചാമ്പറാണ്. ഈ 46 ചാമ്പറിൽ 460 അതിനുള്ളിൽ ടെക്നിക്കുകൾ ഉണ്ടാവും. അപ്പം ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാനുള്ളതാണ്. മാഷ അന്ന് ഇവിടെ വന്ന് ക്ലാസ് തുടങ്ങിയപ്പോൾ ശിഷ്യനെ റഷീദ് മാഷിനെ രജീഷ് മാഷിനെ കിട്ടി. ഈ രജീഷ് മാഷ് പഠിച്ചത് കൊണ്ട് ഇന്ന് നമുക്ക് ഈ കല കിട്ടാൻ തുടങ്ങി. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കരുതാമായ ലഹരിയിലോ എന്തെങ്കിലുമൊക്കെ അടിമപ്പെട്ട് അങ്ങനെ പോകും. 18 വയസ്സിൽ മാത്തോട്ട് ക്ലാസ്സുള്ള സമയത്ത് ഞാൻ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടുന്ന് അരക്കടനെ താമസിച്ചു. ഫ്രൂട്ട്സ് കുരിലൊക്കെ പണിയെടുക്കുന്ന സമയത്ത് അവിടെ പോയി ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഇതുപോലെ റഷീദ് മാഷൊരു ക്ലാസ്സിൽ പങ്കെടുത്ത് ഒരു ചെറിയ ടെക്നിക്ക് കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള അനുഭവം അങ്ങനെ പോകുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സിലേക്ക് വരാൻ പറ്റാണ്ടായി. ഓരോ സാഹചര്യങ്ങൾ അങ്ങനെ അങ്ങനെ അത് പോകും. വീണ്ടും തുടർന്ന് പ്രാക്ടീസ് ചെയ്ത് മാഷ് വിളിച്ചു, ഇങ്ങനെ പ്രശ്നം പ്രാക്ടീസ് ചെയ്യണം, ഇങ്ങനെ ക്ലാസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു. ആ ലെവലിൽ പ്രാക്ടീസ് ചെയ്തു. ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മാഷ് വരുന്ന സമയത്ത് നമ്മൾ കുഴപ്പമില്ല. മാഷ് എങ്ങനെയാണോ കാണിച്ചു തന്നത് അതേമാതിരി തന്നെ കളിക്കണം. അതിലൊരുപാട് ബോഡിക്ക് ഒരുപാട് എഫക്റ്റ് വരാനുണ്ട്. ഈ രക്തത്തിന് ഓട്ടം വരാനുണ്ട്, സർക്കുലേഷൻ ക്ലിയർ ആയിട്ട് നടക്കാനുണ്ട്. അതുമാതിരി നമ്മളെ യൂറിയൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയി. ഇന്നിപ്പോൾ ഒരുപാട് ആളുകൾ ട്യൂബ് ഇട്ടിട്ടും പൈപ്പ് ഇട്ടിട്ടൊക്കെ ഹോസ്പിറ്റലുകളിൽ നടന്നു നിൽക്കണം. അതൊക്കെ ഈ പണ്ടത്തെ ഫിസിക്കലും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം ഈ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മാഷിനനുസരിച്ച് ഡിസിപ്ലിൻ ആളുകൾ എന്ത് സംഗതി പറഞ്ഞാൽ അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെയാണ് ഇത്. മാഷുമാരെ പൊരുത്തവും നമുക്ക് എപ്പോഴും മാഷ് എന്ത് പറയുന്നോ അതനുസരിച്ച് അത് ലെവലിൽ കൊണ്ടുപോകും. അങ്ങനെ പോകുമ്പോൾ എന്താ പറയുക, ഓരോ കുരുത്തം നമുക്ക് കിട്ടും, ഓരോ നോട്ടം നമ്മളിൽ ഉണ്ടാവും. ഞങ്ങൾ എത്ര കളിച്ചാലും ഇതിന്റെ ചരട്, അതായത് ഇപ്പോൾ ഒരു ബീച്ചിൽ പോയിട്ട് പട്ടം പറപ്പിക്കുന്ന കണ്ടു. ഈ പട്ടം എത്രയും ടോപ്പിലെത്തും. പക്ഷെ പട്ടം ടോപ്പിലെത്തുമ്പോൾ പട്ടം വിചാരിക്കരുത് ഞാൻ എത്ര ടോപ്പിൽ പറക്കാമെന്ന് വിചാരിക്കരുത്. കാരണം ഒരു ചരട് നൂല് ഇവിടെ താഴ്ത്തി ഒരു മാഷി പിടിക്കുന്ന ഒരു ഗുരുനാഥം പിടിച്ചിട്ടുണ്ടാവും. ഈ ചരട് എപ്പോൾ കട്ട് ചെയ്തോ ആ പട്ടം പിന്നെ വരുന്ന വീണം അങ്ങനെ ആടി എവിടെയെങ്കിലൊക്കെ മറ്റിന്റെ മുകളിൽ പോയി അത് കൊള്ളാം. അപ്പൊ ഈ ചരട് നമുക്ക് എപ്പോഴും വേണം. ഈ മാഷിന്റെ കുരുത്തവും പൊരുത്തവും നമ്മൾ എത്ര വലുതായാലും എത്ര അഭ്യാസം പഠിച്ചാലും എവിടെ എത്താലും ഈ കുരുത്തം നമുക്ക് വേണം. അപ്പൊ ഇന്ന് ഈ രജീഷ് മാഷ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ കല എന്താക്കാം, പൂർണ്ണമായിട്ട് പഠിച്ച് വൃത്തിയിൽ പഠിക്കണം. വൃത്തിയിൽ പഠിച്ചിട്ട് ലെവലാക്കി നടക്കണം. അപ്പൊ നമ്മുടെ ബോഡി ഫിറ്റും എല്ലാ കാര്യങ്ങളും അതിലേക്ക് പോകും. അപ്പോൾ മാഷിന് എല്ലാവരെയും മാഷിന്റെ ആയുസ്സും മാഷൊക്കെ ആരോഗ്യത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യും. അപ്പൊ മാഷ് നമ്മൾ ബ്ലാക്ക് എടുക്കണം. അന്ന് രാവിലെ മാഷിന്റെ ഗുരുനാഥിന്റെ കബർസ്ഥാനത്തെ നമ്മളെ കൊണ്ടുപോകും. കാരണം ആ മാഷിന്റെ ഗുരുനാഥിനോടുള്ള റെസ്പെക്റ്റാണ്. അത് എന്നും നിലനിർത്തി കൊണ്ടുപോകണം. ഇപ്പൊ ഈ ക്ലാസ് ടെസ്റ്റ് നമ്മുടെ മറ്റേ മധുരവസാല കഴിഞ്ഞു. ആ കഴിഞ്ഞ സമയത്ത് അന്ന് 5 മിനിറ്റ് കണ്ണടിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതൊക്കെ വലിയൊരു കുരുത്താണ്. ആ കുരുത്തം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ലെവലിലും പത്താൻ പറ്റും, ഏത് തലയിലൂടെ എത്താൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സർട്ടിഫിക്കറ്റുകൾ ഇതൊക്കെ ഭയങ്കര അംഗീകാരമാണ്. സ്കൂളുകളിൽ വരെ നിങ്ങൾക്ക് മാർക്ക് കൂടാനും ഈ സർട്ടിഫിക്കറ്റ് ആവശ്യം, സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ആവശ്യം. അപ്പൊ തുടർന്നും ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാം, തുടർന്നും പഠിക്കുക, കൂടെയുള്ള ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ലഹരിയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. അതിന്റെ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ